الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഞാൻ ഈ ഓതിയത് മൂന്ന് മൂന്ന് മക്കാമാത്തിലാണ്. നേരത്തെ പറഞ്ഞ ഹർഫുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ഒരൊറ്റ ഹർഫാണ്, അത് ഒറ്റ ഖിറാത്താണ്, അത് ഹഫ്സൻ ആസിം എന്ന് പറഞ്ഞു. പക്ഷെ മക്കാമാത്ത് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഓതി എക്സാമ്പിൾ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഇത് ടോണൽ ക്വാളിറ്റിയിലുള്ള, അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ മെലോഡിക് റിതമിൽ വരുന്ന ഡിഫറെന്റ് മീറ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ ഡിഫറെന്റ് കുറച്ചെങ്കിലും മ്യൂസിക്കുമായിട്ട് ബന്ധമുള്ള ആൾക്കാരാണെങ്കിൽ രാഗ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്. രാഗം, മലയാളത്തിലെ രാഗങ്ങൾ ഡിഫറെന്റ് രാഗ് ബേസ്ഡ് ചെയ്തിട്ടുള്ള ഇവോൾവ് ചെയ്ത് വന്നൊരു, പിന്നീട് ഇവോൾവ് ചെയ്ത് വന്നൊരു സയൻസ് ആണ് മക്കാമാത്ത്. ഖുറാന്റെ ഒരു സയന്റിഫിക് ഒരു എന്താ പറയുക ബ്രാഞ്ചാണ് മക്കാമാത്ത്. പേർഷ്യ എന്നാണ് ഇത് ഉണ്ടാകുന്നത്. കാരണം ഇപ്പോഴുള്ള ഹിന്ദുസ്ഥാനി മ്യൂസിക് അടക്കം പേർഷ്യയാണ് അതിന്റെ ഒറിജിൻ. പേർഷ്യ എന്ന് പറഞ്ഞാല് പഴയ പേർഷ്യ. ആ പേർഷ്യക്കാരുടെ ഖുർആൻ പാരായണത്തിൽ കൊണ്ടുവന്ന അവരുടെ മ്യൂസിക്കാലിറ്റിയിൽ വന്ന ഡിഫറെന്റ് ബേസ്, അങ്ങനെ ഒരു ഡിഫറൻസിന്റെ ബേസ് ചെയ്തിട്ട് 8 ഡിഫറെന്റ് മക്കാമാത്തുകളുണ്ട്. 8 മക്കാമാത്തിൽ അതിൽ ഏറ്റവും പോപ്പുലർ ആയ ഒരു മക്കാമാണ് റസ്ത്. റസ്ത് എന്ന് പറഞ്ഞാല് നിങ്ങൾ ഹറമിലെ ഇമാമികൾ എടുത്തു നോക്കുക. ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസുദൈസ്, ഷെയ്ഖ് സഊദ് അഷുറൈമൻ, ഷെയ്ഖ് അബ്ദുള്ള ജുഹാനി, പഴയ ഇമാമായിരുന്ന അലി അൽ ഹുദൈഫി തുടങ്ങിയിട്ടുള്ള ഒരുപാട് മെജോറിറ്റി ഓഫ് ദ ഇമാംസ് യൂസ് ചെയ്യുന്ന ഒരു രീതിയാണ് റസ്ത്. അത് ഏതാന്നുള്ളത് ഞാൻ ഫസ്റ്റ് ഓതിയ രീതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അത് പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിച്ചൊക്കെ മാറാം. സൗദ ഷുറൈം ഓതുമ്പോൾ കുറച്ച് ഡൗൺ പിച്ചിൽ ഓതാം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ആ ഒരു പിച്ചില്. അത് തന്നെ അബ്ദുള്ള ജുഹാനി, ഷെയ്ഖ് അബ്ദുള്ള ജുഹാനി ഓതുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഒരു മിഡ് പിച്ചിൽ. അങ്ങനെ അത് അതിന്റെ പല പിച്ച് വേരിയേഷൻസ് ഉണ്ടോ, പക്ഷെ അതിന്റെ ഒറിജിൻ ഒരൊറ്റ രാഗമാണ്, അല്ലെങ്കിൽ ഒരൊറ്റ മക്കാമാണ്. അതാണ് മക്കാമ് റസ്ത്. അപ്പൊ പേരുകളൊക്കെ ജസ്റ്റ് ഞങ്ങൾക്ക് ഒരു ഖുറാനിൽ ഇങ്ങനെ പലതും ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലത്. അതുകൊണ്ട് മാത്രം നമ്മൾ കുറച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ അപ്പൊ അതിന്റെ ഒക്കെ ഒരു ബേസ് ഇതെങ്ങനെ പഠിക്കലെന്ന് പറയും. ഈ സംഭവം ഇത് രാഗമാക്കിയിട്ടാണ് നമ്മൾ ഈ സംഗീതം പഠിപ്പിക്കുമ്പോൾ രാഗം പഠിപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ ആ വവൽ വെച്ചിട്ടുള്ള ഹമ്മിങ് വെച്ചിട്ടാണ് ഈ മക്കാമുകളൊക്കെ പഠിപ്പിക്കുക. ഇതാണ് മക്കാം റസ്ത്തിന്റെ ബേസ്, അതായത് അതിന്റെ സ്ട്രക്ചർ അതാണ്. അതിൽ നിന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില നോട്ട്സ് മാറുന്നതാണ് മക്കാം റസ്റ്റ്. ഹിജാസ് എന്ന് പറഞ്ഞൊരു മക്കാമുണ്ട്. ഇത് കൂടുതലും ഖിറാഅത്തിനേക്കാളും ഒരുപക്ഷെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മളെ ഷെയ്ഖ് മുല്ല എന്ന് പറഞ്ഞൊരു മുഅദ്ദിൻ ഉണ്ടായിരുന്നു മസ്ജിദുൽ ഹറമിൽ, വളരെ പ്രശസ്തനായ ബാങ്കോട്. ആ ഹറമിന്റെ ബാങ്ക് എന്ന് പറഞ്ഞാൽ മൂപ്പര ബാങ്കായിരുന്നു. അതായത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ആ രീതിയിലൊരു ബാങ്ക് കേൾക്കാറുണ്ട്. കുറെ മുമ്പേ ഹറമിന്റെ അദാൻ അതായിരുന്നു, മുഅദ്ദിനും മൂപ്പരായിരുന്നു. അത് ഹിജാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എന്ന് പറഞ്ഞൊരു ബേസിൽ വരുന്നതാണ് ഈ ഫുൾ. അത് വെച്ചിട്ട് ഖിറാഅത്ത് പാരായണങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ മൂന്നാമത് ഓതിയത് ഹിജാസിൽ വെച്ച്, ഫാത്തിഹ മൂന്നാമത് ഓതിയത് ഹിജാസ് എന്ന് പറഞ്ഞ രീതിയാണ്. പിന്നെ കുറച്ചും കൂടെ കാമൻ ക്വയറ്റ് ആയിട്ടുള്ള ഈ കുർദ്, നഹാവന്ത്, അതുപോലെ ബയാത്തിയും ഇതുപോലെ പോപ്പുലർ ആണ്. ഈ മിഷരി അൽ അഫാസി ഒക്കെ ബയാത്തിയിലാണ് ഓതുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സൂത്തിങ് ആയിരിക്കും, കുറച്ചും കൂടെ ഒരു കാമൻ ക്വയറ്റ് ആയിട്ടുള്ള പാരായണങ്ങളൊക്കെ. അതുപോലെ എന്തേനി ഈ ഒരു അതുപോലെ തന്നെ മുമ്പൊരു കുറെ മുന്നുണ്ടായിരുന്ന ഒരു ഇമാമുണ്ട്, അദ്ദേഹത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. വളരെ കാമൻ ക്വയറ്റ് ആയിട്ട് ഓതുന്നൊരു കാര്യം ഉണ്ടായിരുന്നു ഇതേപോലെ ബയാത്തിയിൽ. പിന്നെ അതുപോലെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ സ്പീഡ് അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷനിൽ ആദ്യം പറഞ്ഞു ഖാരി അബ്ദുൽ ബാസിത്തിന്റെ ഒരു ഖിറാത്ത്. ഖാരി അബ്ദുൽ ബാസിത്തും ഇത് പറഞ്ഞ പോലെ ഈ അദ്ദേഹത്തിന്റെ ഖിറാത്തിന്റെ പ്രത്യേകത എന്താണ്. അതുപോലെ വളരെ റെയർ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്, ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല ഇൻഷാ അല്ലാഹ്. അപ്പൊ അതില് അദ്ദേഹം ഓതുന്ന സമയത്ത് 2, 3 ഒക്കെ ഈ പറഞ്ഞ മക്കാമുകൾ ഒരു പാരായണത്തിൽ കൊണ്ടുവരും.
ഒറ്റ പാരായണത്തിൽ തന്നെ ഒന്നിലധികം മക്കാമത്ത്. ഇപ്പം ചിലപ്പോൾ തുടങ്ങുന്നത് റെസ്റ്റിലായിരിക്കും, അത് പിന്നെ അങ്ങനെ ഒരു ഈ ഈ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു സുഖം എന്താ പറയുക, ഇതിന്റെ രസം എന്താ പറയുക, ഖിറാഅത്ത് നമ്മൾ എൻജോയ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഖുർആൻ എൻജോയ് ചെയ്യുമ്പോൾ നമുക്ക് സന്ദർഭം അനുസരിച്ച് നമ്മുടെ ഈ മക്കാമുകൾ മാറ്റുമ്പം കിട്ടുന്ന ഫീല് ഭയങ്കര ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും. നരകത്തിനെ കുറിച്ച് പറയുന്ന പോലെ ആയിരിക്കുമല്ലോ സ്വർഗത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു ശരിക്കൊരു കാരി ഈ മക്കാമുകൾ പഠിച്ചൊരു കാരി ഓതുന്നത് അതായിരിക്കില്ല. ഡിഫറെന്റ്ലി രണ്ടും രണ്ട് ടൈപ്പ് റെസിറ്റേഷൻ ആയിരിക്കും. ഇപ്പം ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം. അപ്പൊ നമ്മള് ഈ സൂറത്തുൽ ഫുസ്സിലത്തിലാവുന്നു അല്ലേ, وقالوا لجلودهم لم شهدتم علينا قالوا أنطقنا الله. അങ്ങനെയും ഓതാം. അതേ സമയത്ത് وقالوا لجلودهم لم شهدتم علينا قالوا أنطقنا الله الذي أنطق كل شيء. രണ്ടാമത്തെ ഓതുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് തന്നെ ഒരു ബേജാറ് തോന്നും. അവിടെ നമുക്കെതിരെ സാക്ഷ്യം വഹിക്കുന്നുണ്ടല്ലോ, ഈ പറഞ്ഞ പോലെ ഓരോന്ന് എടുത്ത് പറയുന്നുണ്ട്, അബ്സ്വാറും ജുലൂദും എന്ന് പറഞ്ഞിട്ട് നമുക്കെതിരെ വരുന്ന. അപ്പോ ആ ഒരു സിറ്റുവേഷനിൽ ഖിറാഅത്തിനെ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഈ ട്യൂണിനെ കൊണ്ടുപോകുന്നത് ഇത് കേൾക്കുന്ന ഒരാൾ, ഈവൻ പാരായണം ചെയ്യുന്ന ആൾക്ക് പോലും ഉണ്ടാക്കുന്ന എഫക്റ്റ് ചെറുതല്ല. ഖുർആനുമായിട്ടുള്ള അടുപ്പം, അതിലൂടെ അള്ളാഹുമായിട്ടുള്ള അടുപ്പം വളർത്താൻ അത് വലിയൊരു എഫക്റ്റ് ആണ്. അപ്പം ഇതൊക്കെ നമ്മളൊരു വളരെ ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ മാത്രമേ ഇത്രയും ഒരു ചെറിയ സമയം കൊണ്ട് നമുക്ക് ഇങ്ങനെ ഇതൊരു ഇൻട്രൊഡക്ഷൻ ആണ്, ഒരു ജനൽ തുറന്നു തരാണ്. നിങ്ങളത് എക്സ്പ്ലോർ ചെയ്യണം. ഒരുപാട് ഇതിൽ പഠിക്കാനുണ്ട്, ഒരുപാട് ഇതിൽ കേൾക്കാനുണ്ട്. മറ്റൊരു സംഗതി, കേൾക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഖുർആൻ കേട്ട് 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 വളരണം. ഖുർആൻ കേട്ട് കേട്ട് വളർന്നാൽ തന്നെ അതിന്റെ ഈ അസിലായിട്ടുള്ള പ്രൊനൗൺസിയേഷൻ ഒന്ന്, രണ്ടാമത് അതിന്റെ സ്റ്റൈൽ ഓഫ് ഇത് കൊണ്ടുപോകുന്ന സംഗതികളുണ്ട്. ഇപ്പം ഞാൻ ഒരു സംഗതി ഒറ്റ എക്സാമ്പിൾ പറഞ്ഞു. ഞാൻ പറയുന്നു, മലയാളത്തിൽ ഖുർആൻ ഓത എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്. മലയാളത്തിലും ഖുർആൻ ഓത, അതേപോലെ അറബിയിലും ഖുർആൻ ഓത. മലയാളത്തിൽ ഖുർആൻ ഓത എങ്ങനെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സംഭവം ഒന്നുമില്ല, നമ്മളുടെ നാട്ടിലത്തെ ഒരു മാപ്പിള ഒരു പാട്ടിന്റെ ഒരു ചെറിയൊരു സംഗതിയിൽ കയറി വരുന്നതാണ്. ഈ വഴുതു പറയുമ്പോൾ ഉസ്താദുമാരൊക്കെ പറയുന്ന ഇത് തന്നെ അറബിയിൽ ഓതുമ്പോ എങ്ങനെയാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ ഞാൻ ഈ ട്രെയിനിങ്ങിന്റെ സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഈ ആകാരങ്ങൾ മലയാളത്തിൽ കുറച്ച് അധികം. അൽഹംദു, അൽഹംദു നമ്മൾ ഓതുക ശരിക്ക് അൽഹംദു. ആ വായ ശരിക്കും വല്ലാണ്ട് തുറന്നാൽ അത് മലയാളം ഒത്തായി പോകും. ഒരിത്തിരി ഒരു ഹാഫ് ആയിട്ട് തുറന്നത് ഒരു ചെരിഞ്ഞു ഓതില്ലേ നമ്മള്, ആ ചെരിച്ചു ഓതുമ്പോഴാണ് ശരിക്കും അതിന്റെ അസലും മഹറജ് കിട്ടുക അല്ലെങ്കിൽ പ്രൊണൗൺസിയേഷൻ കിട്ടുക ശരിക്കും. ഇപ്പം ഇയ്യാക്ക, ഇയ്യാക്ക എന്ന് ഓതരുത്, ഇയ്യാക്ക. വായ ശരിക്കും തുറക്കാതെ ഒരു ഹാഫ് അടഞ്ഞുകൊണ്ടാണ് ഓതുമ്പോ അതിന്റെ ഒരു സ്റ്റൈലുണ്ട്. അപ്പൊ അത് എങ്ങനെ കിട്ടുന്നതൊക്കെ, ഇതൊക്കെ കിട്ടുന്നത് നമ്മൾ കേട്ടിട്ടാണ്. നമ്മൾ ചെറുപ്പം മുതലേ ഖുർആൻ കേട്ട് 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 അതിലങ്ങോട്ട് അതിലങ്ങോട്ട് ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ പിന്നെ അതൊരു ഒരു രസമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ പറയും, ഈ നമ്മൾ ഏത് പാട്ടുകൾ കേൾക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ ഇതൊരു മ്യൂസിക്കൽ ഏത് ജോണറിനേക്കാളും എൻജോയബിൾ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുള്ളത് ഖിറാഅത്തിലാണ്. ഏറ്റവും കൂടുതൽ ഒന്ന് ആലോചിച്ച് നോക്കി, ആകെ ഈ എന്താ പറയാ 114 സൂറത്താ ഉള്ളത്. ഈ 114 സൂറത്തുകൾ ഏതൊക്കെ രീതിയിൽ ഓതാം. അതായത് ഒരേ ലിറിക്സ് വെച്ചിട്ട് ഒരു മ്യൂസിക് കമ്പോസർക്ക് എത്ര രീതിയിൽ ഒരു പാട്ട് കമ്പോസ് ചെയ്യാന്നുള്ള ലിമിറ്റ് ഉണ്ട്. പക്ഷെ ഖുർആൻ അങ്ങനെയല്ല. ഈ പറഞ്ഞ 114 സൂറത്ത് നമ്മൾ ലക്ഷക്കണക്കിന് പ്രൊഡക്ഷൻ, ഓഡിയോ പ്രൊഡക്ഷൻസ് ആക്കി ഉണ്ടാക്കുവാണെങ്കിൽ അത് അത് എനിക്ക് പേഴ്സണലി പറയാൻ പറ്റില്ല. ഞാൻ ഈ മ്യൂസിക്കൽ കുറെ ഇതിൽ വെയ്യാലെ നടക്കുന്ന ആളും കൂടെ ആയതുകൊണ്ട് ഞാൻ പറയാം, നമുക്ക് ഒരൊറ്റ സൂറത്ത് തന്നെ ഒരു 100 കണക്കിന് രീതിയിൽ കമ്പോസ് ചെയ്യാം. കമ്പോസ് ചെയ്യാന്ന് മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് അതിന്റെ മ്യൂസിക്കാലിറ്റി വെച്ചിട്ട് അതിനെ കമ്പോസ് ചെയ്തെടുക്കാം. അത് എങ്ങനെ സാധിക്കുന്നത് എന്ന് പറഞ്ഞ ഈ പറഞ്ഞ മക്കാമാത്തുകൾ, 8 മക്കാമാത്തുകളുണ്ട്. മിക്സഡ് മക്കാമാത്തുകളാക്കി ഉണ്ടാക്കാം, വ്യത്യസ്ത ഹർഫുകളിൽ ഉണ്ടാക്കാം. നേരത്തെ പറഞ്ഞ ഖിറാഅത്ത് വർഷിൽ ഉണ്ടാക്കാം, ഹഫ്സിൽ ഉണ്ടാക്കാം, അങ്ങനെ ഹലഫിൽ ഉണ്ടാക്കാം. ഒരുപാട് ഖിറാഅത്തുകളുണ്ട്. ഇതൊക്കെ ആഫ്റ്റർ ഓൾ വന്നു ചേരുന്ന എങ്ങോട്ടേക്കാണ്? നമ്മളിലേക്ക് തന്നെ ഖുർആനെ കണക്ട് ചെയ്യാനുള്ള ഒരു ടൂൾ ആയിട്ട് മാത്രം ഇതിനെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. എന്തിനായിരിക്കും ഇത്രയും ഡൈവേഴ്സ് ഓപ്ഷൻസ് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നത്? നമുക്ക് ഖുർആനുമായിട്ട് എങ്ങനെയൊക്കെ അടുപ്പം പുലർത്താൻ പറ്റുമോ ആ അടുപ്പം കാലാകാലം നമ്മൾ പുലർത്തിക്കൊണ്ടേയിരിക്കുക അല്ലെങ്കിൽ നിലനിർത്തിക്കൊണ്ടേയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ സംഗതിയാണ്. മറ്റൊരു സംഗതി, ഇത് പ്രിസേർവബിൾ ആവണമെങ്കിൽ, ഖുർആൻ പ്രിസേർവബിൾ ആവണമെങ്കിൽ അത് ഓഡിയോ ടു ഓഡിയോ ട്രാൻസ്മിറ്റ് ചെയ്താലേ നടക്കുള്ളൂ. കിതാബാക്കി വെച്ചിട്ട് കാര്യമില്ല.
ഖുർആനെ ഹിഫ്ള് എന്ന് വെച്ചാൽ നമ്മൾ അടുത്ത തലമുറക്ക് നമ്മൾ ഓതി പഠിപ്പിക്കണം. ഓതി ഓതി അത് ഓതി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് അത് പ്രിസേർവ് ആവുള്ളൂ. കാരണം ഇത് ഇറക്കിയത് എങ്ങനെയാണ്? ഓത്തിലൂടെയാണ്, ഓഡിയോ ഫോർമാറ്റിലാണ്. അപ്പൊ ഇത് അൺടിൽ ദി എൻഡ് ഓഫ് ദി വേൾഡ് ഇത് പ്രിസേർവ് ചെയ്യേണ്ടതും അങ്ങനെ തന്നെയായിരിക്കും. എന്ന് വെച്ചാൽ അതിപ്പം നമ്മൾ കാലാകാലങ്ങൾ എന്തായാലും ഇൻഷാ അള്ളാഹ് ഖുർആന് അവസാന നാൾ വരെ ഒരു ഹാഫിലെങ്കിലും ഭൂമിയിൽ ഉണ്ടാവും, അതും ഉണ്ടാവും. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ പഠിക്കുന്നത്, പഠിപ്പിക്കുന്നത്, നേരത്തെ പറഞ്ഞ പോലെ ഇതൊരാൾ പഠിച്ചിട്ട് മാത്രം കാര്യമില്ല, അത് പഠിപ്പിക്കുകയും ചെയ്യണം. ഹൈറാവണമെങ്കിൽ ഹൈറക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമയാണല്ലോ. അപ്പൊ അല്ലമ അത് നമ്മളൊരു മുഅല്ലിമും കൂടെ ആയിക്കഴിഞ്ഞാൽ അത് നമ്മൾക്ക് അറിയുന്ന സംഗതി നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇളയ അനുജന്മാർക്കും അനുജത്തിമാർക്കും ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത് എങ്ങനെയായിരിക്കണം. നേരത്തെ പറഞ്ഞ ഓരോ സംഗതികൾ ഇതിൽ ഉണ്ടാവണം. ഒന്ന് തജ്വീദ് ഉണ്ടായിരിക്കണം, രണ്ടാമതായിട്ട് പറ്റുന്ന അത്ര രീതിയിൽ ട്യൂൺ കൊണ്ടുവരാൻ ശ്രമിക്കണം, മഖാമാത്തുകൾ കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം. പിന്നെന്നുള്ളത് ഈ ഉറക്കെ ഓതി പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ കുട്ടികളെ, പ്രത്യേകിച്ചും ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടികൾ ഉറക്കം ഓതി പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ പഠിപ്പിക്കണം. അത് ചെറിയ പ്രായത്തിൽ തന്നെ 3-4 വയസ്സ് മുതൽ തന്നെ പറ്റുന്ന രീതിയിൽ ഒരു അറബി അക്ഷരമാലയായിട്ട് ഫെമിലർ ആയ സമയം മുതലേ ഖുർആന് കൊടുക്കുക, ഉറക്കം ഓതി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. അതാണ് ഒന്നാമത് ചെയ്യേണ്ട. വളരെ ഒരു അത് ഭയങ്കര ബെനിഫിറ്റ്സ് ഉണ്ടാക്കും ഈ ഒരു സംഗതിയിൽ. പിന്നെ ഇതിന്റെ വൈൻഡപ്പ് ചെയ്യണം. അതിന്റെ അവസാനമായിട്ട് പറയാനുള്ളത്, ഈ ഖുർആന് പാരായണം ചെയ്താൽ ഉണ്ടാകുന്ന കുറേ സയന്റിഫിക്കലി അല്ലെങ്കിൽ സൈക്കോളജിക്കലി മെഡിക്കൽ ബെനിഫിറ്റ്സ് ഒരുപാടുണ്ട്. ഒന്ന്, ബ്ലഡ് പ്രഷറിന്റെ ലെവല് എന്നൊക്കെ സയന്റിഫിക്കലി പ്രൂവൺ ആണ്. ബ്ലഡ് പ്രഷർ ലെവല് നമുക്ക് ഹ്യൂമൻ ബ്ലഡ് പ്രഷർ ലെവൽ കൺട്രോളബിൾ ആയിരിക്കും. സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ, ഈ 3 സംഗതിയും, സ്ട്രെസ് വേറെയാണ്, ആങ്സൈറ്റി വേറെയാണ്, ഡിപ്രഷൻ വേറെയാണ്. നമ്മളെല്ലാത്തിനും ഒറ്റ സംഗതിയാണെന്ന് വിചാരിക്കും. മൂന്നാണ്. അപ്പൊ ഇതിന് 3നുള്ള ട്രീറ്റ്മെന്റ് ഖുർആനിലുണ്ട്. ഖുർആനിൽ എത്രത്തോളം ഉണ്ടെന്ന് വെച്ചാൽ ചില സൂറത്തുകൾ വെച്ചിട്ട് ആങ്സൈറ്റിയെയും ഡിപ്രഷനെയും ട്രീറ്റ് ചെയ്യുന്നത് വരെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, ട്രീറ്റ്മെന്റ് വരെ നടന്നുകൊണ്ടിരിക്കുന്നത്, ചില സൂറത്തുകളുടെ ഓഡിയോ പ്ലേ ചെയ്തിട്ട്. മ്യൂസിക് തെറാപ്പി ഉണ്ട്, ലോകത്ത് വളരെ ഫേമസ് ആണ്. ഇപ്പൊ ഈ മ്യൂസിക് തെറാപ്പിയുടെ ബദലായിട്ട് വന്നൊരു സംഗതിയാണ് ഇപ്പം ഖുർആൻ തെറാപ്പി, അഥവാ ഖുർആനിന്റെ ഓഡിയോ വെച്ചിട്ട് ഖുർആനിന്റെ പല കാരികളുടെ റെസിറ്റേഷൻ ഒക്കെ വെച്ചിട്ട് ആൾക്കാരെ ട്രീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇത്രയും നല്ലൊരു സംഗതി നമ്മളെ കയ്യിലുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞ സംഗതികൾ ഇപ്പൊ നമുക്ക് വളരെ ഭദ്രമായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ അത് എന്താ പറയാ, കിതാബ് ചുമക്കുന്ന കഴുതകളാവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്ക് അതിനുള്ളിൽ നമുക്ക് കിട്ടാനുള്ളത് മാക്സിമം എടുത്തിട്ട് അത് ബാക്കിയുള്ളവർ കൂടെ പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ ഇതെന്താ സംഭവിക്കാൻ പോകുന്നത്, നമ്മളത് അറിയാതെ നമ്മളത് മരിച്ചു, അത് അടുത്തൊരു തലമുറ അങ്ങനെ ചിലപ്പോൾ അങ്ങനെ അങ്ങനെ പോകും. പക്ഷെ നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് അതിന് എടുത്താലല്ലേ കാര്യമുള്ളൂ. നമുക്ക് ഇത്രയും നല്ലൊരു സംഗതി ഉണ്ട്, എക്സ്പ്ലോറബിൾ ആയിട്ടുള്ള ഒരു സംഗതി അവിടെ ഉണ്ട്. അതുപോലെ അതിൽ ഒരുപാട് സാധ്യതകൾ, റിസർച്ച് സാധ്യതകൾ അബണ്ടന്റ് ആയിട്ടുള്ള മേഖലയാണ് ഖുർആന്റെ ഈ പറഞ്ഞ റെസിറ്റേഷണൽ സയൻസ്. തഫ്സീർ വേറൊരു കടലാണ് തഫ്സീർ. അതുപോലെ തന്നെ വേറൊരു മേഖലയാണ് പിന്നെ ഹിഫ്ളിന്റെ പല രീതികള്, പല ടെക്നിക്ക്. ഇതിൽ ഉസ്താദ് റഹ്മത്തുള്ളാഹി ഉസ്താദിൽ സ്പെഷ്യലിസ്റ്റ് ആണ്. ഉസ്താദിന്റെ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഭാവിയിൽ. അതുപോലെ തന്നെ ഖുർആനും മോഡേൺ സയൻസും തമ്മിലുള്ള അത് വേറെ തന്നെ വലിയൊരു സ്റ്റഡി ഏരിയ ആണ്. അപ്പൊ അതൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ഖുർആൻ റെവല്യൂഷൻ തന്നെ നമുക്ക് ഇൻഷാ അള്ളാഹ് ഭാവിയിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ജനറേഷൻ കൂടിയാണ് ഇപ്പം വളർന്നു വന്നെടുക്കുന്നത്. അപ്പോൾ അധികം വിഷയ സംബന്ധമായിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കഷനുകളും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു ഒത്തുകൂടലിനെ സാധ്യമാക്കി തന്ന നിങ്ങളുടെ ഭാഗത്തു നിന്നും അതുപോലെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ആദ്യമേ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹം അവർക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.